പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഏവർക്കും സയൻസ് ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡാൾട്ടൻ്റെ ആറ്റോമിക് തിയറിയെക്കുറിച്ചും ആറ്റത്തെക്കുറിച്ചും ആറ്റത്തിൻ്റെ സൈസിനെക്കുറിച്ചും ആറ്റോമിക മാസിനെക്കുറിച്ചും ഐസോടോപ്പുകളെക്കുറിച്ചൊക്കെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇനി പറയാൻ പോകുന്നത് മോളിക്യൂളിനെ കുറിച്ചാണ്, തന്മാത്രയെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഡാൾട്ടൺ തൻ്റെ സിദ്ധാന്തത്തിൽ ആറ്റങ്ങൾ പ്രതിപ്രവർത്തിച്ച് ഒരു തന്മാത്രയായി മാറുന്നുവെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു തന്മാത്ര എന്താണെന്ന് നമുക്കറിയാം. രണ്ട് ആറ്റങ്ങളുടെ ക്രമീകരണമാണ്, അല്ലെങ്കിൽ വ്യത്യസ്ത മൂലകങ്ങളുടെ രണ്ടോ അതിലധികമോ ആറ്റങ്ങളുടെ ആകെ തുകയാണ് ഒരു മോളിക്യൂൾ, ഒരു തന്മാത്ര എന്ന് പറയുന്നത് എന്ന് നമുക്കറിയാം. എ മോളിക്യൂൾ ഈസ് ആൻ aggregate of two or more than two atoms of the same or different element in a definite arrangement. എന്നിരുന്നാലും മോളിക്യൂൾസിന് കൃത്യമായ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മോളിക്യൂൾ ഈസ് ആൻ aggregate of two or more than two atoms of the same or different element in a definite arrangement. രണ്ട് ആറ്റങ്ങളുടെ ക്രമീകരണമാണ്, അല്ലെങ്കിൽ വ്യത്യസ്ത മൂലകങ്ങളുടെ രണ്ടോ അതിലധികമോ ആറ്റങ്ങളുടെ ആകെ തുകയാണ് ഒരു തന്മാത്ര എന്ന് പറയുന്നത്. ആറ്റം എന്നാൽ an atom is the smallest particle of a substance but cannot exist freely. Contrary to this, a molecule can be considered as the smallest particle of an element or of a compound which can exist alone or freely under ordinary condition. അതായത് ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം, അല്ലേ? എന്നാൽ അതിന് സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയില്ല. ഇതിന് വിപരീതമായി ഒരു തന്മാത്രയെ ഒരു മൂലകത്തിൻ്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ, അല്ലെങ്കിൽ സാധാരണ സാഹചര്യങ്ങളിൽ ഒറ്റയ്ക്കോ സ്വതന്ത്രമായോ നിലനിൽക്കാൻ കഴിയുന്ന ഒരു സംയുക്തമായി നമുക്ക് ആറ്റത്തെ കണക്കാക്കാം. ഒരു തന്മാത്രയെ ഒരു മൂലകത്തിൻ്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ, അല്ലെങ്കിൽ സാധാരണ സാഹചര്യങ്ങളിൽ ഒറ്റയ്ക്കോ സ്വതന്ത്രമായോ നിലനിൽക്കാൻ കഴിയുന്ന ഒരു സംയുക്തമായി നമുക്ക് തന്മാത്രയെ കണക്കാക്കാം. ഒരു പദാർത്ഥത്തിൻ്റെ തന്മാത്ര ആ പദാർത്ഥത്തിൻ്റെ എല്ലാ രാസഗുണങ്ങളും കാണിക്കുന്നു. എ മോളിക്യൂൾ ഓഫ് എ സബ്സ്റ്റൻസ് ഷോസ് ആൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ്. ഒരു തന്മാത്രയുടെ രാസഘടന വിവരിക്കാൻ മൂലകങ്ങളുടെയും സൂത്രവാക്യങ്ങളുടെയും സിംബൽസിൻ്റെയും സഹായം നമ്മൾ എടുക്കുന്നു. To describe the chemical composition of a molecule, we take the help of a symbols of elements and formulas. ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് പരിചിതമായ ഓക്സിജൻ മോളിക്യൂൾ, അല്ലേ? എന്താണ്? രണ്ട് ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമായതാണ്. അതിനാൽ ഇതെന്താണ്? ഒരു ഡയാറ്റോമിക് മോളിക്യൂളാണ്. therefore it is a diatomic molecule. എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? O2 എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക, അല്ലേ? ഇതേപോലെ തന്നെയാണ് മറ്റു ഉദാഹരണങ്ങളാണ് ഹൈഡ്രജൻ, നൈട്രജൻ, ഫ്ലോറിൻ, അല്ലേ? H2, ഹൈഡ്രജൻ, നൈട്രജൻ, ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇതൊക്കെ എന്താണ്? ഡയാറ്റോമിക് മോളിക്യൂൾസിന് ഉദാഹരണങ്ങളാണ്. ഇതിനെങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുക? ഹൈഡ്രജനെ H2 എന്നും, നൈട്രജനെ N2 എന്നും, ഫ്ലോറിനെ F2 എന്നും, ബ്രോമിനെ Br2 എന്നും, ക്ലോറിനെ Cl2 എന്നും, അയഡിനെ I2 എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക, അല്ലേ? ഇതിനെന്താ പറയുക? ഡയാറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുന്നു. ഇവിടെ ടെക്സ്റ്റ് ബുക്ക് ചിത്രം കൊടുത്തിട്ടുണ്ട്. ഡയാറ്റോമിക് മോളിക്യൂൾസിൻ്റെ ചിത്രം ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രജൻ, നൈട്രജൻ, ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഇനി മറ്റു ചില ഘടകങ്ങൾ കൂടുതൽ സങ്കീർണമായ തന്മാത്രകളായി നിലനിൽക്കുന്നു. അതായത് ഫോസ്ഫറസ് തന്മാത്ര 4 ആറ്റങ്ങൾ അടങ്ങിയിട്ടുണ്ട്. P4 എന്നാണ് സൂചിപ്പിക്കുക. സൾഫർ സാധാരണ താപനിലയിലും മർദ്ദത്തിലും 8 ആറ്റം തന്മാത്രകൾ, അതായത് S8 ആയി നിലനിൽക്കുന്നു. അപ്പം 4 തന്മാത്രകളാൽ നിർമ്മിച്ചിരിക്കുന്ന ഇവയെ എന്ത് പറയും? ട്രയാറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയും. അപ്പോൾ P4 S8 ഒക്കെ എന്താണ്? P4 എന്താണ്?
ട്രയാറ്റോമിക് തന്മാത്രയാണ്. എ മോളിക്യൂൾ മെയ്ഡ് 4 ആറ്റംസ് ഈസ് ടെട്രാറ്റോമിക് തന്മാത്ര. ടെട്രാറ്റോമിക് മോളിക്യൂൾ. സാധാരണഗതിയിൽ 3-4 ആറ്റങ്ങളിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളെ പോളി ആറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയുന്നു, എന്ന വിഭാഗത്തിൽ കണക്കാക്കുന്നു. 3-4 ആറ്റങ്ങളിൽ കൂടുതൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളെ പോളി ആറ്റോമിക് മോളിക്യൂൾസ് എന്ന വിഭാഗത്തിൽ കണക്കാക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് C60 എന്ന തന്മാത്ര സൂത്രവാക്യം ഉള്ള ബക്ക്മിൻസ്റ്റർ ഫുള്ളറിൻ എന്ന കാർബൺ കണ്ടെത്തി. എന്താണ്? ബക്ക്മിൻസ്റ്റർ ഫുള്ളറിൻ എന്ന കാർബൺ കണ്ടെത്തി. അതിൻ്റെ സൂത്രവാക്യം എന്താണ്? മോളിക്കുലർ ഫോർമുല എന്താണ്? C60. വാസ് ഡിസ്ക്രൈബ് വിച്ച് യു വിൽ സ്റ്റഡി ലേറ്റർ ഹയർ ക്ലാസ്. വലിയ ക്ലാസ്സുകളിൽ നിങ്ങളത് പഠിക്കും. ഈ ബക്ക്മിൻസ്റ്റർ ഫുള്ളറിനെ കുറിച്ച് വലിയ ക്ലാസ്സുകളിൽ പഠിക്കും. ഇവിടെ സ്ട്രക്ചർ ഓഫ് ഫോസ്ഫറസ് മോളിക്യൂളിൻ്റെ സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ, അത് നോക്കുക. അതേപോലെ സൾഫറിനെ കൊടുത്തിട്ടുണ്ട് S8. ഇനി സംയുക്തങ്ങളുടെ തന്മാത്രകൾ ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ ചേർന്നതാണ്. അപ്പോൾ സംയുക്തങ്ങളുടെ തന്മാത്രകൾ ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ ചേർന്നതാണ്. ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ ചേർന്ന ജലതന്മാത്രയാണ് നമുക്ക് പരിചിതമായ ഒരു ഉദാഹരണം. മോളിക്യൂൾസ് ഓഫ് കോമ്പൗണ്ട്സ് ആർ കമ്പോസ്ഡ് ഓഫ് മോർ ദാൻ വൺ കൈൻഡ് ഓഫ് ആറ്റംസ്. എ ഫെമിലിയർ എക്സാമ്പിൾ ഈസ് എ വാട്ടർ മോളിക്യൂൾ വിച്ച് ഈസ് കമ്പോസ്ഡ് ഓഫ് മോർ ദാൻ വൺ കൈൻഡ് ഓഫ് ആറ്റംസ്. ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ ചേർന്ന ഇതാണ് ജലതന്മാത്രയാണ് അല്ലേ, H2O അല്ലേ. ഒന്നിൽ കൂടുതൽ ആറ്റങ്ങൾ ചേർന്നിട്ടുണ്ട്. ഇനി ജലത്തിൻ്റെ തന്മാത്രയും ജലത്തിൻ്റെ തന്മാത്രയായ ഹൈഡ്രജൻ്റെ 2 ആറ്റങ്ങളും ഓക്സിജൻ്റെ 1 ആറ്റവും എങ്ങനെയാണ് പറയുക? H2O എന്ന് പറയാം അല്ലേ. 2 ഹൈഡ്രജനും 1 ഓക്സിജനും. അപ്പോൾ ഹൈഡ്രജൻ്റെ 2 ആറ്റവും ഓക്സിജൻ്റെ 1 ആറ്റവും. അങ്ങനെയല്ലേ ജലം ഉള്ളത്, H2O. 1 നൈട്രജനും പിന്നെ 3 ഹൈഡ്രജനും കൂടിയതാണ് അമോണിയയാണ് അല്ലേ. 1 നൈട്രജനും NH3 എന്ന് പറയും. 1 നൈട്രജനും 3 ഹൈഡ്രജൻ ആറ്റങ്ങളും കൂടി ചേർന്നാണ് അമോണിയ, NH3. അതുപോലെ ഈഥൈൽ ആൽക്കഹോൾ എന്തൊക്കെയുണ്ട്? C2H5OH അല്ലേ. ഇതിലെന്തുണ്ട്? 9 ആറ്റങ്ങളുണ്ട്. കാർബൺ 2 ആറ്റം, പിന്നെ 6 ആറ്റം ഓഫ് ഹൈഡ്രജൻ, പിന്നെ 1 ആറ്റം ഓഫ് ഓക്സിജൻ അല്ലേ. ഇവിടെ 6 ആറ്റം കണ്ടില്ലേ. ഹൈഡ്രജന് 2 ഉണ്ടല്ലേ, H5 ഉണ്ട്, പിന്നെ OH ഹൈഡ്രജനും ഉണ്ട്. അങ്ങനെ 6 ഹൈഡ്രജനും പിന്നെ 1 ഓക്സിജനുമാണ് ഇവിടെ ഉള്ളത്. മോളിക്യൂൾ ഓഫ് വാട്ടർ കണ്ടില്ലേ. വാട്ടറിൻ്റെ മോളിക്യൂളാണ് 1 ഓക്സിജനും 2 ഹൈഡ്രജനും. പിന്നെ മോളിക്യൂൾ ഓഫ് അമോണിയ 3 ഹൈഡ്രജനും 1 നൈട്രജനും. മോളിക്യൂൾ ഓഫ് ഈഥൈൽ ആൽക്കഹോൾ ചിത്രം നോക്കുക. മോളിക്യൂൾ ഓഫ് ഈഥൈൽ ആൽക്കഹോൾ 2 കാർബണും 6 ഹൈഡ്രജനും 1 ഓക്സിജനും. അപ്പോൾ ഇത്രയെന്ന് പറഞ്ഞോളൂ. അപ്പോൾ എന്താണെന്ന് പറഞ്ഞത്? മോളിക്യൂളിനെ കുറിച്ചാണ്, തന്മാത്രയെ കുറിച്ചാണ് പറഞ്ഞത്. അതിലെന്താണ് തന്മാത്ര എന്ന് പറഞ്ഞു. എ മോളിക്യൂൾ ഈസ് ആൻ അഗ്രിഗേറ്റ് ഓഫ് 2 or more than 2 ആറ്റം ഓഫ് ദ സെയിം ഓർ ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഇൻ എ ഡെഫിനിറ്റ് അറേഞ്ച്മെൻറ്റ്. പിന്നെ പറഞ്ഞത് ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ആൻ ആറ്റം ഈസ് ദ സ്മാളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് എ സബ്സ്റ്റൻസ് ബട്ട് ക്യാൻ നോട്ട് എക്സിസ്റ്റ് ഫ്രീലി. കൺട്രറി ടു ദിസ്, എ മോളിക്യൂൾ ക്യാൻ ബി കൺസിഡർഡ് ആസ് ദ സ്മാളസ്റ്റ് പാർട്ടിക്കിൾ ഓഫ് ആൻ എലമെൻറ്റ് or of a compound which can exist alone freely under ordinary condition. പിന്നെ അതായത് ആറ്റം എന്ന് പറയുന്നത് ഒരു പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണമാണ്. എന്നാൽ അതിനെന്ത് ചെയ്യാൻ കഴിയില്ല?
സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയില്ല. അതിന് വിപരീതമായി ഒരു തന്മാത്രയെ ഒരു മൂലകത്തിൻ്റെ ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ അല്ലെങ്കിൽ സാധാരണ സാഹചര്യങ്ങളിൽ ഒറ്റയ്ക്കോ സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയുന്ന ഒരു സംയുക്തമായി നമുക്ക് തന്മാത്രയെ കണക്കാക്കാം. പിന്നെ പറഞ്ഞത് എന്താണ്? എ മോളിക്യൂൾ ഓഫ് എ സബ്സ്റ്റൻസ് ഷോസ് ആൾ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ദാറ്റ് സബ്സ്റ്റൻസ്. അതായത് ഒരു പദാർത്ഥത്തിൻ്റെ തന്മാത്ര ആ പദാർത്ഥത്തിൻ്റെ എല്ലാ രാസഗുണങ്ങളും കാണിക്കുന്നു അല്ലേ? ആ പദാർത്ഥത്തിൻ്റെ എല്ലാ രാസഗുണങ്ങളും അതിൻ്റെ തന്മാത്രയും കാണിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു തന്മാത്രയുടെ രാസഘടന വിവരിക്കാൻ എന്ത് വേണം? മൂലകങ്ങളുടെയും സൂത്രവാക്യങ്ങളുടെയും സിമ്പിൾസിൻ്റെയൊക്കെ സഹായം നമ്മൾ എടുക്കുന്നു. പിന്നെ നമ്മളെന്താണ് പറഞ്ഞത്? ഡയാറ്റോമിക് തന്മാത്രയെ കുറിച്ച് പറഞ്ഞില്ല. അതുകൊണ്ട് ഇതെന്താ പറയണത്? ഡയാറ്റോമിക് തന്മാത്ര എന്ന് പറയാം. അപ്പോൾ ഡയാറ്റോമിക് തന്മാത്ര ഉദാഹരണം പറഞ്ഞു, H2N2 F2 Cl2 Br2 I2 എന്നൊക്കെ പറഞ്ഞു അല്ലേ? പിന്നെ P4 കുറിച്ച് പറഞ്ഞു, ഫോസ്ഫറസിനെ കുറിച്ച് 4 ആറ്റങ്ങളാണുള്ളത്. അതുകൊണ്ട് എന്ന് പറയുന്നു ടെട്രാറ്റോമിക് മോളിക്യൂൾ എന്ന് പറയുന്നു. അപ്പോൾ 3 4 അതിനേക്കാൾ കൂടുതലോ ഉള്ള ആറ്റമുള്ള കാറ്റഗറി അതാണ് പോളിയാറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറയും അല്ലേ? അങ്ങനെ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുപിടിച്ച ഒരു ബക്ക്മിൻസ്റ്റർ ഫുള്ളറിംഗ് അല്ലേ, അതിൻ്റെ സൂത്രവാക്യം എന്താണ്? C60 ആണ് അല്ലേ? അതിനെക്കുറിച്ച് നമ്മൾ വരും ക്ലാസ്സിൽ പഠിക്കും. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? മോളിക്യൂൾസ് ഓഫ് കോമ്പൗണ്ട്സ് ആർ കമ്പോസ്ഡ് ഓഫ് മോർ ദാൻ വൺ കൈൻഡ് ഓഫ് ആറ്റംസ്. അതിന് ഉദാഹരണം പറഞ്ഞു വാട്ടർ മോളിക്യൂൾ എന്ന്. പിന്നെ പറഞ്ഞത് വാട്ടർ മോളിക്യൂളിൽ 2 ഹൈഡ്രജനും 1 ഓക്സിജനും ഉള്ളത്. അമോണിയയിൽ 1 നൈട്രജനും 1 ഹൈഡ്രജനും ആണുള്ളത്. കാർബണിൽ ഈഥൈൽ ആൽക്കഹോളിൽ 2 കാർബണും 6 ഹൈഡ്രജനും 1 ഓക്സിജനാണുള്ളത്. ഇതൊക്കെ എന്താണ്? മോളിക്യൂൾസ് ആണ് ഇതിൻ്റെ. നമുക്ക് വരുന്ന ക്ലാസ്സിൽ മോളിക്കുലർ മാസിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം.